ഫാക്ടോറിയൽ എന്താന്ന് നോക്കാം. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര 3 ഇൻറ്റു 2 ഇൻറ്റു 1 1ൽ എത്തണം. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 1. ഇവിടെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പൊ ഈ 4 ഫാക്ടോറിയൽ കഴിഞ്ഞ് 5 ഫാക്ടോറിയൽ മുതൽ അങ്ങോട്ട് 95 ഫാക്ടോറിയൽ വരെ എല്ലാത്തിലും 3 ഇൻറ്റു 5 15 ഘടകമാണ്. ഇതിൽ വരുന്നുണ്ട് 3 ഇൻറ്റു 5, ഇതിൽ വരുന്നുണ്ട് 3 ഇൻറ്റു 5, ഇതിലും എല്ലാം വരുന്നുണ്ട് 3 ഇൻറ്റു 5. അപ്പൊ അങ്ങനെ 5 ഫാക്ടോറിയൽ മുതൽ 95 ഫാക്ടോറിയൽ വരെ 15 ഘടകമാണ്. അപ്പൊ അത് നോക്കണ്ട. പിന്നെ 15 കൊണ്ട് ഇരിക്കുമ്പോ ശിഷ്ട 0 വരും ഘടകമായതുകൊണ്ട്. ഇപ്പൊ നമുക്ക് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ അതിനെ 15 വെച്ച് ഹരിച്ചാൽ മതി. ശിഷ്ടം അറിയാം. അതായത് 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ 2, 2 ഗുണം 1, 3 ഫാക്ടോറിയൽ 3 ഗുണം 2 ഗുണം 1 6, ഇത് 24. ഇപ്പൊ ഇത് 3ഉം കൂടെ കൂട്ടുക. അതായത് 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24 ബൈ 15, അതായത് 33 ബൈ 15. 15 2 30 പോയിട്ട് ശിഷ്ടം 3, അതാണ് ഉത്തരം. അതായത് ബാക്കിയുള്ള 5 ഫാക്ടോറിയൽ മുതൽ ബാക്കി 95 ഫാക്ടോറിയൽ വരെ എല്ലാത്തിലും 3ഉം 5ഉം വരുന്നുണ്ട്. അപ്പൊ 15 ഘടകമാണ്. അതിന്റെ ശിഷ്ടം നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. ഉത്തരം 3 ആണ്.